ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മഹാരാഷ്ട്ര. നിലവിലെ സർക്കാരിൻ്റെ കാലാവധി നവംബർ 28 അവസാനിക്കും. അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കണം. ഭരണസഖ്യവും പ്രതിപക്ഷ സഖ്യവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കൊങ്കണിലെ മാൽവണിൽ ശിവജി മഹാരാജാവിൻ്റെ പ്രതിമ തകർന്നു വീണത് 2023 ഡിസംബർ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്കോട്ട് കോട്ടയിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമയായിരുന്നു അത്. ശിവസേനയെ തകർത്തെറിഞ്ഞ് കൊങ്കൺ മേഖലയിൽ പഴയ ശിവസേനാ നേതാവും ഇപ്പോഴത്തെ BJP മുഖവുമായ നാരായൺ റാണെ തൻ്റെ തേരോട്ടം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ആയുധമാണ് ഉദ്ധവ് ശിവസേനയുടെ കൈകളിൽ എത്തിയത്. മറാത്ത ജനതയുടെ വൈകാരിക ബിംബമായ ശിവജിയെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി ആളിക്കത്തിക്കുകയാണിപ്പോൾ ഉദ്ധവ് താക്കറെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിയായ മഹാവികാസ് അഘാഡി സഖ്യം നേടിയ കുതിപ്പിനെ തടയാൻ സ്ത്രീകൾ, യുവാക്കൾ, മുതിർന്ന പൗരർ ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ സംസ്ഥാന സർക്കാർ കനത്ത സമ്പത്താണ് ഒഴുക്കുന്നത്. ഇത്തരം ക്ഷേമ പദ്ധതികളിലൂടെ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഭരണപക്ഷമായ മഹായുതി കാത്തിരിക്കെയാണ് കാലം ഓരോ പ്രതിസന്ധികൾ നൽകുന്നത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വേണ്ടി സജീവമായ പ്രവർത്തന രംഗത്തുള്ള രമേശ് ചെന്നിത്തല നാഗ്പൂരിൽ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയിൽ പ്രശ്നങ്ങളില്ലെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിലെ പോലെ മഹാരാഷ്ട്രയിലും എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്ന തന്ത്രമാണ് BJPക്കുള്ളത്. നിലവിൽ BJPയുടെ മുഖ്യ എതിരാളിയായ ഉദ്ധവ് ശിവസേനയെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാനുള്ള ചരടുവലികളും അണിയറയിൽ നടക്കുന്നുണ്ട്. അത് ഫലപ്രദമാകുമോ എന്ന് കണ്ടറിയണം. ഉദ്ധവിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി ദേവേന്ദ്ര ഫട്നാവിസിനെ പാർട്ടി ദേശീയ അധ്യക്ഷ പദവിയിലെത്തിക്കാനും ഏകനാഥ് ഷിൻഡെയെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിഷ്ഠിക്കാനുമാണ് നീക്കം. BJPക്ക് വേണ്ടി മറാത്ത നേതാവ് ശിവസേനയുടെ ദാർഢ്യത്തെ വീണ്ടും ബലി കഴിക്കില്ലെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ സഖ്യത്തിൽ അസ്വാരസ്യമുണ്ടാക്കാൻ BJP നീട്ടിയെറിഞ്ഞ ആയുധമാണോ ഈ വാർത്തയെന്നും സംശയിക്കുന്നവരുണ്ട്. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ഉദ്ധവ് ശിവസേന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടണമെന്ന പിടിവാശിയിലായിരുന്നു. ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടണമെന്നായിരുന്നു മറ്റൊരാവശ്യം. ശരത് പവാർ തുടക്കത്തിൽ തന്നെ ഇത്തരം വാദങ്ങളെ തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടാണ് പവാറിനൊപ്പം കോൺഗ്രസും സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്, 13 സീറ്റ്. തങ്ങൾക്ക് നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് മഹാരാഷ്ട്ര നേതാക്കൾക്കുമുണ്ട്. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സഖ്യകക്ഷികളുമായി നല്ല ബന്ധമുള്ളതിനാലും ശിവസേനയെ പിണക്കാതെ കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചാതുര്യവും പ്രതിപക്ഷ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത്. 288 നിയമസഭയിൽ ഭരണപ്രതിപക്ഷ പാർട്ടികളെ കുഴയ്ക്കുന്ന പ്രശ്നം സീറ്റ് വിഭജനമാണ്. ഭരണപക്ഷത്ത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ ശിവസേന തങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 100 സീറ്റ് വേണമെന്ന അവകാശം ഉയർത്തിയിട്ടുണ്ട്. 102 നിയമസഭാ മണ്ഡലത്തിൽ നിരീക്ഷകരെ നിയമിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളൊക്കെ ഭരണസഖ്യത്തിൻ്റെ പേരിലല്ല ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ പദ്ധതികൾ എന്ന രീതിയിലാണ് അവതരണം. ഇത് അജിത് പവാറിനും BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിനും അത്ര രുചിച്ചിട്ടില്ല. ഇത് അജിത് പവാറിനും ഉപമുഖ്യമന്ത്രിക്കും അത്ര രുചിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിൽ BJP രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര പവാർ അപ്രമാദിത്വത്തിനെതിരെയുള്ള നീക്കങ്ങളാണ്. അജിത് പവാറിനെ സഖ്യത്തിൻ്റെ ഭാഗമാക്കിയതോടെ അക്കാര്യത്തിൽ മഹാരാഷ്ട്ര BJP വെള്ളം ചേർത്തെന്ന വിമർശനം RSS ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ മഹായുതി സഖ്യത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അടിത്തറ ശക്തമാക്കുക എന്ന ലക്ഷ്യമാണ് അജിത് പവാർ ലക്ഷ്യമിടുന്നത്. അജിത് പവാറും തങ്ങൾക്ക് 90 സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. BJP അതിശക്തമായ കരുനീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ പുതുതായി നിയമിക്കപ്പെട്ട നിരീക്ഷകരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. 150 സീറ്റിലെങ്കിലും BJP മത്സരിക്കണമെന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്.
എന്നാൽ ഘടകകക്ഷികളെ നോവിക്കാതെ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാനുള്ള അനുനയ ശ്രമമാകും BJP നടത്തുക.